ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ദേവിയുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാട്ടോ. അങ്ങനെ ദേവിയെ ചുറ്റിപ്പറ്റിയുള്ള സകല പ്രശ്നങ്ങളും കൃഷ്ണമംഗലത്തും എല്ലാവരും അറിയാണ്. ഉദയഭാനും ശ്രീകലയും വെറും ഫ്രോഡാണെന്നും 10 പൈസ അവർക്ക് കയ്യിലില്ലാത്തവരാണെന്നും ഒക്കെ മനസ്സിലാകുന്ന സുകന്യ ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഉദയഭാനുവിനെ വിശ്വസിച്ച് സിംഗപ്പൂർ ലൈസൻസ് ഒപ്പിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷവും പണം കൊടുക്കുകയുണ്ടായി. തനിക്ക് ഈ രൂപയൊന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. അതുമാത്രമല്ല, സിംഗപ്പൂരിൽ പോയി ബിസിനസ് തുടങ്ങി അവിടെ സന്തോഷത്തോടെ ജീവിക്കും എന്ന സുകന്യ കണ്ട സ്വപ്നമാണ് 8 നിലയിൽ പൊട്ടിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തകർന്നടിഞ്ഞ മനസ്സുമായിട്ടാണ് സുകന്യ നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉദയഭാനുവിനോട് പോയി ചോദിക്കാന്ന് വെച്ചാൽ കൂടുതൽ പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. അതുമാത്രമല്ല, ധർമ്മേട്ടനും ഇപ്പം ഞാനിത് ചോദിക്കാൻ ചെന്നാൽ എന്നെ വഴക്കു പറയുകയും ചെയ്യും. അതുകൊണ്ട് സാവകാശം അവരുടെ വീട്ടിൽ പോയി താൻ നൽകിയ 10 ലക്ഷം രൂപ തിരിച്ചു ചോദിക്കണം എന്നുള്ള തീരുമാനത്തിലൊക്കെ സുകന്യ എത്തി നിൽക്കുകയാണ് കേട്ടോ. സുകന്യക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. താൻ സ്വപ്നം കണ്ട ആഡംബരപൂർവ്വമാർന്ന ഒരു ജീവിതമാണ് ഇല്ലാതായിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്രയും ബുദ്ധിമതിയായ തന്നെയാണ് ഇയാൾ പറ്റിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത സുകന്യയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എന്തായിരുന്നു സിംഗപ്പൂരിലെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊരു അഹങ്കാരമായിരുന്നു. അല്ല, ഗോമതി ചേച്ചിക്ക് ഇത് വേണം. എന്തുമായിരുന്നു ദേവിയോടുള്ള സ്നേഹം. ദേവി മോളെ ഊട്ടുന്നു, ഉറക്കുന്നു. അവർക്കിത് കിട്ടിയപ്പോ ഇപ്പൊ പഠിച്ചു കാണും എന്നൊക്കെ സുകന്യ മനസ്സിലിങ്ങനെ സന്തോഷത്തോടു കൂടി ചിന്തിക്കാണ് കേട്ടോ. 10 പൈസയുടെ വിലയില്ലാത്തവളാണല്ലോ അവൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ പോലും പലപ്പോഴും പാദസേവ ചെയ്തത് എന്നൊക്കെയുള്ള ചിന്ത സുകന്യയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ദേവി ഗർഭിണിയായിരുന്നപ്പം ചായ ഇട്ട് കൊടുത്തതും ദേവിയെ സോപ്പിടാൻ വേണ്ടിയിട്ട് ദേവിയുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തതും ഒക്കെ ആലോചിക്കുമ്പോൾ സുകന്യക്കിപ്പം നല്ല ദേഷ്യം തോന്നുവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗോമതി ദേവിയെ ഇറക്കി വിട്ട് ദേവിയും ഉദയഭാനുവും ശ്രീകലയും കൂടി അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോഴും ദേവിയുടെ അവസ്ഥ വല്ലാത്ത ദുരന്തപൂർവം തന്നെയാണ് കേട്ടോ. ദേവിക്ക് യാതൊരുവിധ സ്വസ്ഥതയും ഉദയഭാനു ശ്രീകലയും കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, നമ്മുടെ ദേവി അകത്തകർന്ന് തരിപ്പണമായൊരു അവസ്ഥയാണ് ദേവമംഗലത്ത്. ഇനി തനിക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ള ചിന്ത പോലും ദേവിയെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതേസമയം കൃഷ്ണമംഗലത്ത് നമ്മുടെ സുകന്യ ഊണുമില്ല ഉറക്കമില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കടക്കുന്ന കാണുന്ന ധർമ്മൻ ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ എന്താ സുകന്യെ, എൻ്റെ ധർമ്മേട്ട, ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല എന്നും പറഞ്ഞ് സുകന്യാണെങ്കിൽ തലയ്ക്ക് കൈയും കൊടുത്തങ്ങോട്ട് നിൽക്കാം. എന്താണെന്ന് വെച്ചാൽ കാര്യം പറയേണ്ട സുകന്യെ, എൻ്റെ എല്ലാം പോയി ധർമ്മേട്ട. 10 ലക്ഷം രൂപയാ ആ ഫ്രോഡ് ഉദയഭാനും അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. 10 ലക്ഷം രൂപ അയാൾ നിന്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നോ? അയാളും നീയും തമ്മിൽ അതിന് എന്താ ബന്ധം എന്ന് ചോദിക്കാം. അത് പിന്നെ ധർമ്മേട്ടൻ എന്നോട് വഴക്ക് പറയരുത്. നീ കാര്യം പറയുന്നുണ്ടോ സുകന്യെ? അയാൾക്ക് നീ എന്തിനടി 10 ലക്ഷം രൂപ കൊടുത്തത്? അല്ലെങ്കിൽ തന്നെ നിന്റെ കയ്യിൽ എവിടുന്ന അത്രയും പണം എന്ന് ധർമ്മൻ ചോദിക്കാം. അത് പിന്നെ ധർമ്മേട്ട, സിംഗപ്പൂരില് ബിസിനസ് തുടങ്ങി ധർമ്മേട്ടൻ ഒരു കോടീശ്വരനാകുന്നത് ഞാൻ സ്വപ്നം കണ്ടു. നമ്മൾ രണ്ടുപേരും കൂടി സിംഗപ്പൂരിൽ പോയി ജീവിക്കുന്നതും ഒക്കെ അതിനുവേണ്ടി സിംഗപ്പൂരിൽ ബിസിനസ് തുടങ്ങാനുള്ള ലൈസൻസ് റെഡിയാക്കാൻ വേണ്ടിയാ ആ ദേവിയുടെ അച്ഛൻ ആ കള്ളൻ ഉദയഭാനുവിന് ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തത് ധർമ്മേട്ട എന്നും പറഞ്ഞ് കരയാണ് കേട്ടോ. 10 ലക്ഷം രൂപ അയാൾക്ക് കൊണ്ട് നീ കൊടുത്തോ? എന്നിട്ട് എന്നോടൊരു വാക്കുപോലെ നീ പറഞ്ഞില്ലല്ലോ സുകന്യെ. നിനക്ക് തോന്നിയതുപോലെയൊക്കെയാണോ നീ ചെയ്തു കൂട്ടുന്നത് എന്ന് ചോദിക്കാം. ഇനി എന്തായാലും ആ 10 ലക്ഷം രൂപ തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. നീ ഇപ്പൊ ചെന്ന് ചോദിച്ചാലും അയാൾ അതൊക്കെ നിഷേധിക്കുകയുള്ളൂ. കണ്ടില്ലേ എന്തുമാത്രം കള്ളത്തരങ്ങൾ പറഞ്ഞ അയാള് ആനന്ദിന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയെന്ന്. ആ ദേവി പോലും അതിന് കൂട്ടു നിന്നില്ലേ എന്നൊക്കെ ധർമ്മം പറയണ. അപ്പം സുകന്യ പറയും, എനിക്ക് എൻ്റെ പൈസ കിട്ടേ പറ്റൂ. അല്ല, നിനക്ക് എവിടുന്ന ഇത്രയും വലിയൊരു തുക? നിന്റെ കയ്യിൽ 10 ലക്ഷം രൂപയൊക്കെ ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ. അത് പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ധർമ്മേട്ട. എൻ്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ പണം എടുത്ത ഞാൻ അയാൾക്ക് കൊടുത്തത്. നമ്മുടെ ജീവിതം ഒന്നും പച്ച പിടിക്കൂലോ എന്ന് കരുതി. ഇനി എനിക്ക് ആ കാശ് എങ്ങനെ തിരിച്ചു കിട്ടും? എനിക്കത് കിട്ടേ പറ്റൂ. അയ്യോ, എൻ്റെ പണം പോയേ എന്നും പറഞ്ഞ് സുകന്യ കരഞ്ഞു ബഹളം വെക്കാണ് കേട്ടോ. നീ ഇങ്ങനെ കരഞ്ഞു കൂവി എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെട്ട പണം കിട്ടുമോ എന്ന് ധർമ്മൻ ചോദിക്കാം. കള്ളക്കൂട്ടങ്ങളെ ഞാനൊന്ന് പോയി കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് പിറ്റേന്ന് തന്നെ സുകന്യാണെങ്കിൽ ധർമ്മൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഉദയഭാനുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണേ. അപ്പൊ സുകന്യെ കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ഉദയഭാനുവിന് ബോധ്യപ്പെടാം. ഞാനിപ്പോ വന്നത് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേടെ കള്ള എന്ന് പറയാ. ദേ, വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നു എന്ന് അപ്പൊ ഉദയഭാനു ചോദിക്കാണ്. താൻ ചെയ്തു കൂട്ടിയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. തനിക്ക് എവിടെയൊക്കെ ബിസിനസ് ഉണ്ടെന്നാടോ താൻ എന്നോട് കള്ളം പറഞ്ഞത്? ബിസിനസിന്റെ സ്പെല്ലിംഗ് തനിക്ക് അറിയാവോടോ? തന്റെ ഈ നിൽക്കുന്ന
മകള് 10ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളല്ലേ, എന്തൊരഹങ്കാരമായിരുന്നു. എന്നിട്ടിപ്പം ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ തന്ന 10 ലക്ഷം രൂപ എനിക്ക് ഈ നിമിഷം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെ പേരും ഞാൻ കേസ് കൊടുക്കും എന്ന് പറയൂട്ടോ. അത് കേട്ടോണ്ട് വരുന്ന ശ്രീകല പറയും, ഞങ്ങൾക്ക് നീ കാശ് തന്നു, എന്ത് തെളിവ് അതിന് നിന്റെ കയ്യിലുള്ളത് എന്ന് ചോദിക്കാം. എന്റെ കയ്യിൽ തെളിവൊക്കെ ഉണ്ട്, അതെന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ സുകന്യ ആരാണെന്നേ നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ 10 ലക്ഷം രൂപ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. ദേ പെണ്ണെ, ചുമ്മാ വായി തോന്നിയത് വിളിച്ചു പറയരുത്. നീ എന്റെ കയ്യിൽ കാശ് തന്നതല്ലേ, എന്നിട്ട് നീ ഇപ്പൊ പറയുന്നു ഞങ്ങൾ അടിച്ചു മാറ്റിയെന്ന്. എന്താണേലും ഞാൻ കേസ് കൊടുക്കൂന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കും. എന്റെ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ തന്നെ തന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞാൻ ജയിലിൽ കയറ്റും. ദേ ഈ സുകന്യ ആരാണെന്ന് തനിക്ക് അറിയത്തില്ല, എല്ലാവരോടും കളിക്കുന്നത് പോലെ എന്നോട് കളിക്കാൻ നിന്നാലുണ്ടല്ലോ തന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സുകന്യ ദേഷ്യപ്പെട്ട് സംസാരിക്കാം. ഈ ബഹളം എല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ദേവി അങ്ങോട്ട് വരിക. എന്താ എന്നിങ്ങനെ ചോദിക്കാം. ദേവി, നിന്റെ അച്ഛൻ കള്ളത്തരം പറഞ്ഞ് എന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ പണം എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ എന്ന് തീർത്തു പറയാൻ കേട്ടോ നമ്മുടെ സുകന്യ. അത് കേൾക്കുന്ന ദേവി അന്തം വിട്ട് നിൽക്കാണ്. സുകന്യേച്ചി 10 ലക്ഷം രൂപ അച്ഛന് കൊടുത്തോ? എന്തിന്? ഇയാള് സിംഗപ്പൂരിൽ ബിസിനസ് തുടങ്ങാനുള്ള ലൈസൻസ് റെഡിയാക്കാന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചതാ. എന്നിട്ട് ലൈസൻസും ഇല്ല, ഇനിയിട്ടത് കിട്ടത്തും ഇല്ലല്ലോ. സിംഗപ്പൂര് പോലും കാണാത്ത ഇയാളാണല്ലോ ഞാൻ വിശ്വസിച്ചത്. എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയതിലാ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്ത. ഇത്രയും ബുദ്ധിമതിയായ എന്നെ പോലും ഇയാള് പറ്റിച്ചില്ലേ എന്ന് സുകന്യ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീകലയ്ക്ക് ചിരി വരികയാണേ. നീയാണോടി ബുദ്ധിമതി, നിനക്ക് അത്യാർത്ഥി മൂത്തിട്ട് ഞങ്ങളുടെ വലയിൽ വന്ന് പെട്ടുപോയതല്ലേടി എന്ന് ശ്രീകല അപ്പം ചോദിക്കാൻ കേട്ടോ. ദേ പെണ്ണുമ്പിള്ളെ, മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഈ സുകന്യ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ദേവമംഗലത്ത് ആ ഗോമതി ചേച്ചിയോടും ബാലേട്ടനോട് സംസാരിക്കുന്ന രീതിയിലേ എന്നോട് സംസാരിച്ചാൽ നിങ്ങൾ വിവരം അറിയും. എന്റെ പൈസ ഇപ്പൊ തന്നില്ലെങ്കിലേ എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുക. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന ദേവിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുകയാണ്. ബാലച്ചന്റെ കയ്യിൽ 10 ലക്ഷം രൂപ അച്ഛൻ കൊടുത്തു എന്ന് പറഞ്ഞത് ഈ സുഗിനേച്ചിയുടെ കയ്യിൽ നിന്നും മേടിച്ച കാശാകും എന്ന് ബോധ്യപ്പെടുക. അപ്പം ദേവി ആണെങ്കിൽ കയ്യിൽ ആ സ്വർണം ഇരിപ്പുണ്ട് കേട്ടോ. പെട്ടെന്ന് ദേവി അകത്തേക്ക് കയറിപ്പോയി ആ 10 ലക്ഷം രൂപയുടെ മതിപ്പുള്ള സ്വർണം എടുത്ത് സുഗിനയുടെ കയ്യിലോട്ട് കൊടുക്കുക. കാശായിട്ട് തരാനില്ല. ഇത് ഏകദേശം 10 ലക്ഷം രൂപയുടെ വിലമതിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളാ. ഇത് സുഗിനേച്ചി എടുത്തോ എന്ന് പറയാം. ഇത് കാണുന്ന ഉദയഭാനുവും ശ്രീകലയും അന്തം വിട്ട് നിൽക്കുക. നിന്റെ കയ്യിൽ ഈ സ്വർണം നീ എന്തിനാടി ഇവക്ക് കൊടുക്കുന്നത്? അതൊന്നും ശരിയാകില്ല. ഇവള് നമ്മുടെ കയ്യിൽ കാശ് തന്നു എന്ന് പറയുന്നതിന് ഒരു തെളിവും ഇല്ലല്ലോ. ഇവൾ എവിടെയാണെന്ന് വെച്ചാൽ പോയി പരാതിപ്പെടട്ടെ എന്ന് പറയാം. അത് കേൾക്കുമ്പം ദേവിക്ക് നല്ല ദേഷ്യം വരും. അച്ഛനും അമ്മയും എല്ലാവരെയും പറ്റിച്ച് എന്റെ ജീവിതം ഇന്ന് ഈ വഴിയിലാക്കിയിട്ടുണ്ട്. എനിക്കിനി ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ ആനന്ദേട്ടന് എന്നെ വേണ്ട. എന്റെ ബാലച്ചൻ, അമ്മ, ദേവമംഗലത്തുള്ള എല്ലാവരും എന്നെ വെറുത്തു. ഇനി ഈ സ്വർണം സുഗിനി ചേച്ചിക്ക് അവകാശപ്പെട്ടതല്ലേ, അത് ചേച്ചിക്ക് തന്നെ കയ്യിലിരിക്കട്ടെ. ചേച്ചിയെ പറ്റിച്ചല്ലേ നിങ്ങൾ ബാലച്ചന്റെ കയ്യിൽ 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തത് എന്ന് ചോദിക്കാം. അപ്പൊ തല കുനിച്ച് നിൽക്കാണ് കേട്ടോ ഉദയഭാനു. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അച്ഛൻ പഠിച്ചില്ലല്ലോ. ഇപ്പോഴും പണത്തിനോടുള്ള ആർത്തി. ഈ സ്വർണം ഇപ്പൊ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയല്ലേ ഇത് സുഗിനി ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാൻ സമ്മതിക്കാത്തത് എന്ന് പറയാം. പെട്ടെന്ന് സ്വർണ്ണമെങ്കിൽ സ്വർണം തനിക്ക് നഷ്ടപ്പെട്ടത് കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിലാണ് സുകന്യ അവിടെ നിൽക്കുന്നത്. ദേവിയുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിക്കും പോലെ മേടിച്ചുകൊണ്ട് സുകന്യ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങാം. തൽക്കാലം ഞാൻ ക്ഷമിച്ചു, താൻ എന്നെ പറ്റിച്ചതിന് തന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സുകന്യ ഇറങ്ങി പോകുന്നത്. അപ്പൊ ദേവിയാണ് ആകെ എല്ലാം കൊണ്ടും അടുത്ത അവസ്ഥയിലാണ്. ഇതൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷമേ. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഗുഡ് ബൈ.